ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ ഹിറ്റായ ജോസ് ഫാൻസ് ആക്കിയ അതെ കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാ. ഈ ജോസ് അല്ല, ഈ ജോസിന്റെ ടർബോ ജോസിന്റെ ഫാനാക്കിയ ടർബോ അഥവാ ജോസ് മച്ചാന്റെ കഥ. ഇനി കഥയിലേക്ക് കിടക്കാം. കാം ബോലോ സാബ്. നമ്മുടെ ജോസ് മച്ചാൻ ഒരു ഫൈറ്റർ ആണ്. ജെറ്റ് പറത്തുന്ന ഫൈറ്റർ അല്ല, ഒരു ഇടിക്കാരൻ. പക്ഷേ സ്വന്തം അമ്മച്ചിയുടെ മുന്നിൽ നമ്മുടെ മച്ചാൻ ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ അമ്മച്ചി പാസമ്പോൾ നമ്മുടെ മച്ചാൻ ഇടിക്കുന്നത് അമ്മച്ചിക്ക് ഇഷ്ടല്ല. പക്ഷേ പെരുന്നാളിന്റെ അത് നടന്നത് ജോസ് മച്ചാന്റെ കൂട്ടത്തിലൊരുത്തിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ ഒരുത്തന്റെ പേരാണ് ജെറി. ആ പെൺകുട്ടിക്കും ജെറിയെ ഇഷ്ടമാണ്. സോ ജോസ് മച്ചാൻ അവളെ ഇറക്കി കൊണ്ടുവരുന്നു. എന്നിട്ട് അല്ല ജോസേ, എന്നാ സംഭവം എന്നാ? ഇതാരാ ഈ പെങ്കുച്ചാരാ? ആ സ്പോട്ടിൽ ഈ പെൺകുട്ടി ചെന്നൈക്ക് വിടുന്നു. ഓ, ഇവളുടെ പേര് പറയാൻ മറന്നു. ഇന്ദുലേഖ ബ്രിംഗ ഓയിൽ. ഇതിന്റെ നന്മകൾ മുടിവേര് വരെ ഇറങ്ങിച്ചെല്ലുന്നു. അതെ, ഇന്ദുലേഖ. ഇന്ദുലേഖ പോയതും വണ്ടിയിൽ ജോസ് മച്ചാനും കയറി. ചെന്നൈയിൽ ഒരു പാവം ജ്യൂസറിക്കാരനുണ്ടായിരുന്നു. വെട്രിവേലു ഷൺമുഖ സുന്ദരം. അപ്പോ ജ്യൂസ് കട പതിവ് പോലെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ദുലേഖയെ തട്ടിക്കൊണ്ടുപോയി എന്ന പേരിൽ ജോസ് മച്ചാൻ തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇയാളാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ വില്ലൻ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നു. ഈ തട്ടിപ്പ് നമ്മുടെ ജെറി മനസ്സിലാക്കുന്നു. സോ ജെറിയെ നമ്മുടെ സൈറസ് അണ്ണനെ വെച്ച് കൊല്ലുന്നു. അയ്യോ, യൂണിവേഴ്സ് മാറി. വിൻസെന്റ് അണ്ണനെ വെച്ച് കൊല്ലുന്നു. അതിന് റിവെഞ്ചായി നമ്മുടെ ജോസ് മച്ചാൻ വിൻസെന്റിനെ ആദ്യം തട്ടുന്നു. ശേഷം വെട്രിവേൽ ഷൺമുഖം സുന്ദരനെ സുന്ദരമായി നമ്മുടെ ജോസ് മച്ചാൻ ജ്യൂസ് അടിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലപ്പോ ഇതിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. Turbo Joes, congrats. Hope you like my gift. இவ்வளோ பெரிய கடல்ல இருந்து ஒரு குட்டி மீனை வேட்டையாடிருக்கேன். நீ இன்னும் திமிங்கலத்தை பார்க்கல. பாப்ப. You have just won a small battle. ഇത്രയുള്ളൂ സിനിമ. ഇതിൽ മാസായി വന്ന് ആസായി പോയ ഒരാളുണ്ട്. അഭ്യാസം കാണിക്കാനൊന്നും അറിയാമല്ലോ. ശിവാനി കൊച്ചിന്റെ നെടുമ്പുറത്തൂടെ ഉണ്ട കയറി ഇറങ്ങും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യം. വെറുതെ മോളെ, ഒന്നും ചെയ്യത്തില്ല. അവന്റെ ഒരു പാവ. ഞാനൊന്ന് ഇരുത്തി നോക്കിയ അപ്പൊ അവൻ പേടിച്ചേച്ച് നിക്കറിയുമുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. അടുത്ത ഒരു വലിയ പടവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. ഓൺലി ഫോർ ഫണ്ണേ.